ഐഡിയൽ എക്സ്പ്രസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ എന്താണ് മെയിൽ മെർജ്, എങ്ങനെ മെയിൽ മെർജ് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. എന്താണ് മെയിൽ മെർജ്? ഒരേ മാറ്ററുള്ള ഒരു ലെറ്റർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് ഒന്നിലധികം പേർക്ക് അയക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൽ മെർജ് യൂസ് ചെയ്യുന്നത്. ഒരു ഡാറ്റാബേസിൽ നിന്നോ സ്പ്രെഡ്ഷീറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സ്ട്രക്ചേർഡ് ഡാറ്റാബേസിൽ നിന്നും ഡാറ്റ എടുത്ത് ഒരു ഡോക്യുമെന്റിൽ, അതായത് ലെറ്റേഴ്സിലോ ലേബലിലോ അല്ലെങ്കിൽ എൻവലപ്പിലോ ഇൻസേർട്ട് ചെയ്യുന്ന രീതിയെയാണ് മെയിൽ മെർജ് എന്ന് പറയുന്നത്. മെയിൽ മെർജില് പ്രധാനമായിട്ടും രണ്ട് ഫയൽസ് ഉണ്ടാകും. ഒന്ന് ഡാറ്റ അടങ്ങിയ ഡാറ്റാബേസും മറ്റൊന്ന് എന്ത് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ എന്ത് മാറ്റർ ആണോ നമുക്ക് അയക്കേണ്ടത് അതടങ്ങിയ ഒരു ഡോക്യുമെന്റും ഉണ്ടായിരിക്കും. ഇങ്ങനെ രണ്ട് ഡോക്യുമെന്റ് മെയിൽ മെർജിൽ ഉണ്ടായിരിക്കും. ഒന്ന് ഡാറ്റാബേസും ഒന്ന് മാറ്റർ അടങ്ങിയ ലെറ്ററും ഉണ്ടായിരിക്കും. ഇനി മെയിൽ മെർജ് കൊണ്ടുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിനും സെപ്പറേറ്റ് ലെറ്ററുകൾ ടൈപ്പ് ചെയ്ത് അയക്കുന്നതിന് പകരം ഒന്നിലധികം പേർക്ക് നമ്മൾ ഒരുമിച്ച് ഒറ്റയടിക്ക് ലെറ്റർ അയക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയം, അതിന് നമ്മൾ ചെലവഴിക്കുന്ന എഫേർട്ട്, ഇതെല്ലാം തന്നെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ ഇത് കൂടാതെ, ലെറ്റർ കൂടാതെ തന്നെ നമുക്കിപ്പോൾ ആർക്കൊക്കെ അയച്ചു എന്നറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ അഡ്രസ്സ്, അവരുടെ ഒരു ലിസ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇനി അത് നിങ്ങൾ കവറിലിട്ടാണ് അയക്കാൻ പോകുന്നതെങ്കിൽ അവരുടെ പേരും അഡ്രസ്സും എല്ലാം തന്നെ നമ്മൾക്ക് ഈ എൻവലപ്പിന്റെ മുകളിൽ പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പോലും ഈ ഒരു മെയിൽ മെർജ് മുഖേന നമുക്ക് ചെയ്യാവുന്നതാണ്. മൈക്രോസോഫ്റ്റ് വേർഡില് ഈസി ആയിട്ട് എങ്ങനെയാണ് മെയിൽ മെർജ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് വേർഡില് ഒരു പുതിയ ഡോക്യുമെന്റ് എടുക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞു മെയിൽ മെർജില് രണ്ട് ഫയൽസ് ഉണ്ടാവും. എന്തൊക്കെ ഫീൽഡുകളാണോ നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് അതടങ്ങിയ ഒരു ഡാറ്റാബേസ് ഉണ്ടാവും. പിന്നെ മാറ്റർ അടങ്ങിയ മറ്റൊരു ഫയലും ഉണ്ടാവും. അപ്പൊ ഈ ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഓഫീസിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ എംപ്ലോയീസിന് എന്തെങ്കിലും ഒരു കോൾ ലെറ്ററോ അല്ലെങ്കിൽ അവരുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ലെറ്ററുകൾ അയക്കണം എന്നുണ്ടെങ്കിൽ, സെയിം മാറ്റർ പല ആളുകൾക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൾറെഡി ഒരു ഡാറ്റാബേസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നും അവർക്ക് ഡാറ്റ എടുക്കേ വേണ്ടുള്ളൂ. ഇനി അതൊന്നുമില്ല, നമുക്ക് ഡാറ്റാബേസ് ഇല്ല, പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ പുതിയൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. മെയിൽ മെർജിന്റെ ശരിക്കുള്ള മെത്തേഡല്ല, ഈസി ആയിട്ട് എങ്ങനെ മെയിൽ മെർജ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെങ്കിൽ നമ്മളൊരു ടേബിളിൽ നിങ്ങൾക്ക് ആവശ്യമായ ഫീൽഡുകൾ എൻ്റർ ചെയ്ത് വെക്കുക. ഇപ്പോൾ നെയിം വേണം, അഡ്രസ്സ് വേണം, കോണ്ടാക്ട് നമ്പർ വേണം എന്ന് വിചാരിക്കുക. അപ്പം നമ്മളൊരു ഡോക്യുമെന്റ് എടുത്തതിന് ശേഷം ഒരു ടേബിളിൽ നെയിം, അഡ്രസ്സ്, കോണ്ടാക്ട് നമ്പർ, ഈ ഫീൽഡുകളാണ് എനിക്ക് ആവശ്യമുള്ളത്. അപ്പം ഞാൻ ഇത്രയും ഹെഡിങ് കൊടുത്തതിന് ശേഷം അതിൽ നമ്മൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. എന്താണ് കാര്യം എന്നുള്ളത് അറിഞ്ഞാൽ മതിയല്ലോ. എന്ത് മാറ്റർ ഞാൻ ടൈപ്പ് ചെയ്യുന്നു എന്ന് നോക്കണ്ട. ടൈപ്പിങ്ങിൽ അത്ര സ്പീഡില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇതിന് ശേഷം ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡോക്യുമെന്റ് സേവ് ചെയ്ത് വെക്കുക. നിങ്ങൾ എവിടെയാണോ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ സേവ് ചെയ്ത് വെക്കുക. ഫയൽ സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും സേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും എല്ലാം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സേവ് ചെയ്താൽ നിങ്ങളുടെ ഫയൽസ് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ഇത് ഡാറ്റാബേസ് ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ DB ഡാറ്റാബേസ് എന്നതിനെ ചുരുക്കി ഞാൻ സേവ് ചെയ്യാണ്. അപ്പോൾ ഈ ഫയലിൽ ഞാൻ DB എന്ന് പറഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മളുടെ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നുമാണ് നമ്മൾ ഫീൽഡ് എടുക്കാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? രണ്ടാമത്തെ ഡോക്യുമെന്റ്, അതായത് മാറ്റർ അടങ്ങിയ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.